ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇത് കണ്ടപ്പോഴേ അറിയാമല്ലോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മുടെ തൊടിയിലുണ്ടായ ഇതാണ് ആപ്പിൾ ചെറി എന്ന് പറയും. നല്ല തക്കാളിയുടെ ഒരു ഷേപ്പ്, ആപ്പിളിൻ്റെയും തക്കാളിയുടെയൊക്കെ ഷേപ്പാണ്. ചെറിയ ഞെട്ടോട് കൂടിയിട്ട് ഇഷ്ടം പോലെ കാ പിടിക്കും. ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. എല്ലാ സീസണിലും പൂ മാറി കായായി കഴിഞ്ഞിട്ട് അടുത്ത കമ്പയിൽ തന്നെ പൂവുണ്ടാവുന്നു. കൊലയോടാണ് പിടിച്ച് നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ യൂറിക് ആസിഡിന് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണിത്. ഇതിൻ്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി അളവൊക്കെ കുറഞ്ഞ് കിട്ടും. ഇത് വെറുതെ പഴുത്ത് കഴിഞ്ഞാൽ തിന്നാനും ഒക്കും. ചെറിയ പുളിയും മധുരവും ഉണ്ട്. ഇതെന്നൊരു നല്ല ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിക്കാം, ഉപ്പൊഴിച്ച് കഴിക്കുക. ഏതാണെന്ന് വെച്ചാൽ ഓരോരുടെ ടേസ്റ്റ്. ഷുഗറൊക്കെ ഉള്ളവർ ഉപ്പൊഴിച്ച് തന്നെ കഴിക്കുക. ഇത് ഒന്നും ചേർക്കാതെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇച്ചിരി പുളി കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ശകലം പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് ക്ലീനാക്കിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പം നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് കുടിക്കാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് മുമ്പോട്ടുള്ള പ്രചോദനം. വെറൈറ്റി വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് കാണണമെങ്കിൽ ആ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനോടെ എനേബിൾ ആക്കുക. ഇത് പഴുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ? അപ്പോൾ ഈ ആപ്പിൾ ചെറി എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല ഒന്നാം തരം ജ്യൂസാണ്. യൂറിക് ആസിഡിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അരിയൊന്നും കളയാൻ നിൽക്കേണ്ട, ഒന്നിച്ചങ്ങ് അടിച്ചാൽ മതി. എല്ലാം കഴുകി അരി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു പീസ് ഇഞ്ചി കഷ്ണം ഇടുന്നുണ്ട്, ഒരു പച്ചമുളക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇടാം. എരിവ് വേണ്ടാത്തവർ എരിവിടണം. കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഇച്ചിരി പഞ്ചസാര ഇടുന്നുണ്ട്. അവർ പുളി അധികം അങ്ങോട്ട് കഴിക്കത്തില്ലല്ലോ. യൂറിക് ആസിഡൊക്കെ ഉള്ളവർ ഒന്നും ചേർക്കാതെ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വലിയ കുഴപ്പമില്ലാത്തതാണ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ഭംഗി കണ്ടില്ലേ? നല്ല കളറാണ്, അതുപോലെ ടേസ്റ്റുമാണ്. നമുക്കിനി ഇത് ഗ്ലാസ്സിലോട്ട് പകരാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് ഈ വേനൽക്കാലത്ത് ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ്, ഹെൽത്തി ജ്യൂസാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.